ഇതിനോടൊപ്പം ഉള്ളത് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ആക്ടറാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡിനോയ്. നമസ്കാരം. താങ്ക് യു. ഇന്ന് സൂപ്പർ ഹിറ്റായ മിക്ക പടങ്ങളിലും നല്ല കഥാപാത്രം ഡിനോയ്ക്ക് വന്നിട്ട് പോലും ജാവയൊക്കെ ചെയ്യേണ്ട ടൈമിൽ അല്ലെ കൊറോണ വന്ന സമയത്ത് നഷ്ടമായി പോയിട്ടുണ്ടല്ലേ? കളിയാക്കലുകളൊക്കെ നേരിട്ടുണ്ട്. നമുക്ക് അപ്രാപ്യമല്ലാത്തൊരു സ്ഥലത്തെ ഫ്യൂച്ചർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കിട്ടണ്ടാവൂലേ? അയ്യോ, അതേ ഉള്ളല്ലോ. എനിക്ക് അങ്ങനത്തെ കളിയാക്കലുകളൊക്കെ വേണം, എന്നാലേ കയറിപ്പോകാനൊരു അങ്ങനെ കളിയാക്കാതെ കയറി പോകാൻ പറ്റും. കഴിവുണ്ടോ കയറിപ്പോവും. കഴിവുണ്ടേ കയറുള്ളല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പേടിയുമില്ല. ഇല്ല, ചെയ്യുന്ന പെർഫോം അതുപോലെ ചെയ്യും. അത് പേടിച്ചാ പിന്നെ നമുക്ക് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശരിയാണോ? ഇതാര് പറഞ്ഞേ? ഞാൻ കേട്ടതാ. ഇല്ലില്ല. ഞാനൊരു ആംബിവേർട്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അടിപൊളിയാണ്. ഈ ആംബിവേർട്ട് എന്ന് പറയുമ്പം കാണുന്ന പ്രേക്ഷകൻ ചിന്തിക്കും, അയ്യോ ഡിനോയ്ക്ക് അസുഖമാ, നാളെ ഇനിയും ആവശ്യം വരുവാ. ഇതിന്റെ ഓഡീഷൻ ടൈമിൽ നെസ്ലിൻ ഇതിനു മുമ്പേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു നെസ്ലിനും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തണ്ണീർമത്തൻ ദിനമാണ് നെസ്ലിന് ഒരു പുതുമ കൊണ്ടുവന്നത്. ആ ഒരു നെസ്ലിന്റെ വരവ് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. അതായത് ഇവന് കുറച്ച് വിറവലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ വെള്ളമൊക്കെ ചോദിച്ചു. ആക്ച്വലി ഇവന് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ടാവും. വരുമ്പോൾ തൊട്ടേ നമുക്ക് ഇവൻ എന്തൊരു സംഭവമാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കും. അമ്മച്ചിനെ കൊണ്ട് തിയേറ്ററിൽ കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞ് ഇതെന്തിട്ട് ഇവൻ വീട്ടിൽ ചെയ്യണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങി. അത്രേ ഉള്ളു. അല്ലാതെ ഒരു എക്സൈറ്റ്മെന്റോ ഒരു ഇതോ ഒന്നുമില്ല, ഒരു ഇമോഷണൽ മൂവ്മെന്റോ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അമ്മമാരുടെ ഒന്നുമില്ല. ഇപ്പോഴും ഡിനോയെ തേടി വരാത്ത കഥാപാത്രങ്ങളില്ലേ? അതുണ്ടാവൂലേ? അതെന്ത് ചോദ്യമാണ്? ഡിനോ ഇപ്പോഴും ഞങ്ങൾക്ക് മലയാളി പ്രേക്ഷകർക്കും അല്ലെ സിനിമയെ സ്നേഹിക്കുന്നവർക്കുമുള്ള ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം, മെജോയിൽ ഡിനോയുടെ കഥാപാത്രം വ്യത്യസ്തമായിരുന്നു കേട്ടോ. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പടം അത്രമേൽ സക്സസ് ആയില്ല? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ഉള്ളത് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ആക്ടറാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡിനോയ്. നമസ്കാരം. താങ്ക് യു. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. അങ്ങനെ ഞങ്ങളെ തിയേറ്ററിൽ കുടുകൂടാ ചിരിപ്പിച്ചൊരു സിനിമയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ അല്ലേ? പക്ഷെ ആ കഥാപാത്രമേ അല്ല കേട്ടോ ഈ സംസാരിക്കുമ്പോൾ. അല്ല, ഇത്ര പാവത്താനാണ് ഡിനോയ് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പാവത്താനൊന്നുമല്ല. അല്ല, പാവത്താനാണെന്ന് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും. ഞാൻ പാവത്താനാണ്. ഒരാൾ കുറച്ചേ സംസാരിക്കത്തുള്ളെങ്കിൽ പാവത്താനെന്ന് പറയുന്നത് ഞാൻ തെറ്റുകാരനല്ലേ? അതെ. പിന്നെ ഇത് ഇന്റർവ്യൂ അല്ലേ, ഇവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ അറിയാം. ഓക്കെ. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, ഡിനോയ് ഈ തണ്ണീർമത്തനിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമായിരുന്നല്ലേ? ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം തണ്ണീർമത്തനത്തിലോട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഷോർട്ട് ഫിലിമിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു 2011 സിനിമ എന്നുള്ള രീതിയിൽ ഫുൾ ഫോക്കസ് ആയിട്ട് ജോലിയൊക്കെ വിട്ടിട്ട് ഇറങ്ങുന്നത്. ജോലി ഉണ്ടായിരുന്നു? ജോലി ഉണ്ടായിരുന്നു. ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിങ് പഠിച്ചാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിരുന്നു ഒരു ഫാമിലി കലൂര്. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ ജോബ്. രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. അതെ. ഒന്നും ചെയ്യാനില്ല. കാരണം ഞങ്ങളുടെ ജോലിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. കോൺഫിഗറേഷൻ ഒക്കെ ഫുള്ള് കഴിഞ്ഞ് വെറുതെ അത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല. അപ്പൊ 1.5 വർഷത്തോളം എനിക്ക് ബോറിംഗ് ആണ്. ഒന്നും ചെയ്യാനില്ല. രാവിലെ പോവാ, വരിക. ഒരു റോബോട്ട് സിസ്റ്റം ആയിരുന്നു. ആണ്. അപ്പോ ഞാനൊരു 9th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ആക്ടിങ് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഈ ഒരു ആഗ്രഹം വരുന്നത് എങ്ങനെയല്ല, ഈ ഭ്രാന്ത് തലക്കി പിടിക്കുന്നത് എങ്ങനെയാ? ഞാൻ പള്ളി സ്കൂളായിരുന്നു ഞങ്ങളുടെ. അപ്പൊ പള്ളി സ്കൂളിൽ ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായി. അതൊരാള് വന്നില്ല അന്ന്. അതിന് പകരം കയറി ഒരു പഠനമായിട്ട് അഭിനയിച്ചാണ്. അപ്പൊ എനിക്ക് ഇത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നിയിരുന്നു അന്ന് തന്നെ. പക്ഷെ സീരിയസ് ആയിട്ട്, കാരണം നമ്മളുടെ സാഹചര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് സിനിമയിലേക്ക് അന്നൊരു ഓപ്പണിങ് ഒരു രീതിയിലും ഇപ്പോഴും വരാത്തൊരവസ്ഥയായിരുന്നു. പഠിക്കുക, പ്രവാസിയായിട്ട് ജോലി പോവുക, പൈസ ഉണ്ടാക്കുക അല്ലേ? ആ ഒരു പ്രവാസിയല്ല, എന്തെങ്കിലും ജോലി ചെയ്യുക, സർവൈവ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അല്ല, സിനിമയിലേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വിദൂരമായ സ്വപ്നമായിരുന്നു. അപ്പൊ പിന്നെ അത് പയ്യെ മനസ്സിലുണ്ട്. +2 നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വിട്ട് ഡിഗ്രിക്ക് ചെല്ലുമ്പോഴും എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോഴും. അതിനുശേഷം ഞാൻ ജോബിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ജോബിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി ഒരു പ്രൊഡക്ഷൻ ലെവലിലൊക്കെ അത്യാവശ്യം പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ. അന്നാണിത് ഇതായത്. ഈ
ഓക്കെ ഇനി സിനിമ ഒന്ന് നോക്കാം എന്നുള്ളൊരു ആ ഒരു ചിന്ത വന്നത്. ചിന്ത വന്നത്. അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ഒരാളുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്ന് ജോലിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട്. ജൂനിയേഴ്സായിട്ട് പോകാൻ തുടങ്ങി. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാൻ തുടങ്ങി. പോയിട്ടുണ്ട്. ഈ ജോലി കളഞ്ഞിട്ട്, സാലറി ഉള്ള ജോലി കളഞ്ഞിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ എന്ന ലക്ഷ്യത്തിലോട്ട് യാത്ര ചെയ്യുമ്പോഴും എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മോനെ ഉള്ള ജോലി കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിലനിൽക്കാൻ പറ്റോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഞാനവിടെ എടുത്ത് ചാടിയതാണ്. ഓക്കെ ഇത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ വരുംവരായകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ജൂനിയേഴ്സായിട്ട് പോകുമ്പോഴും എനിക്ക് ഇതല്ല പരിപാടി എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ജൂനിയർ ആയിട്ടല്ല ചെയ്യേണ്ടത്. ഏതൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്? ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ഫേസ് ടു ഫേസ് എന്നൊരു പടമുണ്ട്. ഓക്കെ, അത് എന്നെ കാണില്ല, ചെറിയൊരു ഷോട്ടിൽ വന്നു പോവാണ്. പിന്നെ കുറേ പടങ്ങളുണ്ട്, ഇങ്ങനെ പറയാനൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര വലിയ സംഭവങ്ങളല്ലാത്ത പടത്തിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു ലൈഫിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഞാൻ ഗിരീഷിനെ പരിചയപ്പെടുന്നതാണ്. ഓക്കെ, ഞാൻ ഇന്റർനാഷണൽ ചാൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ കോമഡികളൊക്കെ എഴുതുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് CPC വന്നു. CPC ഞങ്ങൾ ഇവനെ പരിചയപ്പെട്ടു, ഗിരീഷിനെ പരിചയപ്പെട്ടു. ഈ ഡിനോയ് കമന്റിലൂടെയാണ് പരിചയപ്പെട്ടത്. അതെ, കമന്റുകളിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവനും ഇതേ ആഗ്രഹമായിട്ട് സിനിമ ചെയ്യണം, ഷോർട്ട് ഫിലിംസ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കാണ്. അവിടെ കുറെ പേരുണ്ട് ഇതുപോലെ, അവരുടെ ഒരു ഗ്യാങ് ഉണ്ടായി. ഞാൻ അങ്ങോട്ട് ചെന്നതാ. അങ്ങോട്ട് ചെന്ന് ഞാൻ ചെന്നപ്പോഴേക്കും ആ ഒരു കോംബോ വർക്ക് ആവാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു ടീം. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഞാൻ എഴുതിയും അല്ലാതെ ഞാൻ അഭിനയിച്ചെടുക്കുക, അവൻ ഡയറക്ഷൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് വരാൻ തുടങ്ങി. അതൊക്കെ വൈറലാവാൻ തുടങ്ങി. പിന്നെ സിനിമ എഴുതാമെന്ന് ഞങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അന്നത്തെ അപ്പം ഇറങ്ങാത്ത സിനിമകൾ ഏതാണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ നാളായിട്ട് ഒരു ടീനേജ് മൂവി മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. +2 എന്ന് പറഞ്ഞൊരു പടമാണ്. കുറേ അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കണ്ടേക്കണം, ബാക്കിലേക്ക് നോക്കും. അപ്പോൾ +2 ബേസ് ചെയ്ത് എനിക്കും കഥകളുണ്ട്, അവനും കഥകളുണ്ട്. അങ്ങനെ എഴുതി തുടങ്ങിയാണ് തണ്ണീർമത്തൻ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നടക്കണ്ടായില്ല പടങ്ങൾ. ഓക്കെ, അപ്പം ഞങ്ങളെടുത്ത തീരുമാനം ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം, എപ്പോഴെങ്കിലും നമ്മൾ വരും, അപ്പോൾ സിനിമ ചെയ്യാം എന്നുള്ളത്. ഓൾറെഡി എപ്പോഴത്തേനും എഴുത്ത് കഴിഞ്ഞു തണ്ണീർമത്തൻ്റെ? അതെ. അവൻ്റെ ലാസ്റ്റ് ഷോർട്ട് ഫിലിമിന് മുമ്പേ എഴുത്ത് കഴിഞ്ഞായിരുന്നു. അത് ഭയങ്കര സ്പീഡിൽ എഴുതിയൊരു പടമാണ് തണ്ണീർമത്തൻ. എന്നിട്ട് അവൻ്റെ അടുത്ത ഷോർട്ട് ഫിലിം വൈറലായി, മൂക്കൂത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ വിളിച്ചവർ. അതിന് മുമ്പ് ഞങ്ങൾ 10-16 വരെ കണ്ടിരുന്നു. അവർക്കൊന്നും തണ്ണീർമത്തൻ വർക്കായിരുന്നില്ല ഈ കഥ പറഞ്ഞപ്പോൾ. അതൊന്നും ഞങ്ങൾക്ക് പറയാനും അറിയില്ല കഥ. രണ്ടാമത്തത് അവർക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. തണ്ണീർമത്തൻ സ്ക്രിപ്റ്റ് വൈസ് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും ചിലവർക്ക്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഷമീർക്ക് വിളിച്ച് കേട്ട്, ഷമീർക്കൊക്കെ എല്ലാം വർക്കായി. ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കോമഡികളും പുള്ളിക്ക് കിട്ടി. അങ്ങനെയാണ് ആ പടം നടക്കുന്നത്. അപ്പം ഞാൻ അവിചാരിതമായിട്ടാണ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നത്. എനിക്ക് ആക്ടിങ് തന്നെയായിരുന്നു താല്പര്യം അന്ന് തൊട്ട്. ഒരു അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആകാനാണോ ഇഷ്ടം, ഒരു നടനാകാനോ ഇഷ്ടം? എനിക്ക് ആക്ടർ ആവാനാണ് ഇഷ്ടം. അതാണെന്നല്ലോ കൊച്ചിലെ മുതലുള്ള സ്വപ്നങ്ങളല്ലേ. ഈ സ്ക്രിപ്റ്റ് റൈറ്റിലോട്ട് വന്നു, അത് തണ്ണീർമത്തനിലൂടെ എഴുതിയെന്ന് പറഞ്ഞു. ശരിക്കും എഴുതിയ ഓരോ സീൻസ് എടുത്താലും ഓരോ ഡയലോഗ് എടുത്താലും റിയൽ ലൈഫിൽ ഏതെങ്കിലും ബന്ധം ഏതെങ്കിലും സീനിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ തണ്ണീർമത്തനില് ഈ താറാവിന് വാങ്ങിക്കാൻ പോണ എൻ്റെ ചേട്ടനായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരു, ആക്ച്വലി അങ്ങനത്തെ ഒരു തഗ് ചേട്ടനാണ് എൻ്റെ സ്വന്തം ചേട്ടൻ. അതെ, പുള്ളി കുറച്ച് അലസനായിട്ടുള്ള ട്രിപ്പി മൂടുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി കൂളായിട്ട് ഡീൽ ചെയ്തത്, നമ്മളൊക്കെ വിറക്കുന്ന സ്ഥലത്ത്. ആൾക്ക് സിമ്പിളാ, ആള് നമ്മ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അതിന്റെ ഷെയ്ഡ്സ് ഉണ്ട്. രണ്ടാമത്തത് ഈ ജെയ്സന്റെ കുറെ ഷെയ്ഡ്സ് എനിക്കുണ്ട്, ഗിരീഷിനുണ്ട്. അപ്പോൾ എനിക്ക് റിജക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മളുടെ ഹ്യൂമാനിറ്റീസിൽ പോയിട്ട് കൊമേഴ്സിലേക്ക് മാറിയ ഒരാളാണ്. അപ്പം അങ്ങനത്തെ കുറേ എലമെന്റ്സ് ഇതിനകത്തുണ്ട്. പിന്നെ കുറേ സാറുമാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളും വിത്ത് ഡയലോഗ്സ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓർമ്മയിലുള്ളൊരു ഡയലോഗ് ഒന്ന് പങ്കുവെക്കാവോ? ഓർമ്മയിലുള്ളത് നമ്മളെല്ലാവരോടും പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ ഞങ്ങളവരെ ഇകഴ്ത്തും. വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അയാളുടെ ഒരു തത്വം എന്നൊക്കെ പറയുമല്ലോ രവി സാറിന്റെ, അതൊക്കെ നമ്മൾ പറയുന്നതാണ്. അയാളുടെ ഒരു ഡയലോഗും അങ്ങനെ പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ മോൾഡ് ചെയ്ത് അയാളുടെ ഒരു തത്വം എന്നായി. അങ്ങനെ കുറെ കാര്യങ്ങൾ. നിങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ ഇത് കണക്റ്റ് ആവും, തിയേറ്ററിൽ ഹിറ്റ് ആവും എന്നുള്ള ചിന്തയുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായില്ല. ഞങ്ങൾക്കത് ഏറ്റവും നന്നായിട്ട് എഴുതുക എന്നുള്ളത് ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അല്ലാതെ ഹിറ്റാവില്ലെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു പടം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞങ്ങൾക്ക് ഡിനോയുടെ ടീമിനോട് നന്ദി പറയാനുള്ളത്,
നെസിൽ എന്ന് പറയുന്നൊരു നടനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതില്ല കേട്ടോ. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഓഡീഷൻ ടൈമിൽ നെസിൽ ഇതിനു മുമ്പേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു നെസിലിനും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തണ്ണീർമത്തൻ ദിനമാണ് നെസിലിന് ഒരു പുതുമ കൊണ്ടുവന്നത്. ആ ഒരു നെസിലിൻ്റെ വരവ് എങ്ങനെയായിരുന്നു? നസ്ലിൻ ഞങ്ങൾ ഓഡീഷൻ കോൾ ഇട്ടായിരുന്നു പടത്തിന് തണ്ണീർമത്തന്. അപ്പോൾ അവിടെ ഒരു സ്കൂളിലാണ് നടന്നിരുന്നത്, അങ്കമാലിൽ. അപ്പം നെസ്ലിൻ്റെ കോളേജിൽ നിന്ന് നെസ്ലിൻ മാത്രമേ ഇതിന് വന്നുള്ളൂ. അന്ന് അവൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ കളിയാക്കിയവരുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഓഡീഷന് പോകാൻ ഇതൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ. എന്നിട്ട് 2 പാർട്ടായിട്ടായിരുന്നു ഓഡീഷൻ നടന്നിരുന്നത്. അതായത് താഴെ 2 നിലയായിരുന്നു. താഴത്തെ നിലയിൽ നിന്ന് സെലക്ട് ആയാലേ മേളിലേക്ക് വരുള്ളൂ. അവിടെയാണ് ഞാനും ഗിരീഷും ഇരിക്കുന്നത്. താഴെ നമ്മളുടെ ടീംസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അവൻ സെലക്ട് ആയി മേളിൽ വന്നിട്ട് തണ്ണീർമത്തനിൽ തന്നെ ഒരു സീനായിരുന്നു കൊടുത്തത്. മറ്റേ കീർത്തിനെ ഫോൺ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടുന്ന ഒരു സീനുണ്ട്. അതെ അതെ. അപ്പൊ ഇവൻ വന്നിട്ട് ആദ്യം തന്നെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. അതായത് ഇവന് കുറച്ച് വിറവലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ വെള്ളമൊക്കെ ചോദിച്ചു. ആക്ച്വലി ഇവന് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ടാവും. വരുമ്പോ തൊട്ടേ നമുക്ക് ഇവൻ എന്തൊരു സംഭവമാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി സീൻ ചെയ്ത് അപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ സെലക്റ്റഡ് ആയി. നമ്മൾ ഓക്കെ ഇവൻ നല്ലതാണ് സെലക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ക്യാമ്പ് പോലെ നടത്തിയിരുന്നു സെലക്ട് ആയ പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവന് കൂടുതൽ നമ്മൾ അറിയുന്നത്. എത്ര പേരിൽ നിന്നാണ് നെസിലിനെ സെലക്ട് ചെയ്യുന്നത്? പേര് 10-200 പേര് മേളിലുണ്ടാവും. പക്ഷെ ലാസ്റ്റ് വന്ന 6 പേരിൽ ഇവനുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ട് ഇവൻ സ്ഥിരം. അപ്പൊ ഇവൻ ഭയങ്കര രസമാണ്. കാരണം ഇവൻ എന്ത് ചെയ്താലും ഭയങ്കര രസമാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും ഇവനോട്. അപ്പോഴേ നമുക്ക് ഇവന്റെ ഒരു ഫ്യൂച്ചർ അന്ന് നമ്മളൊക്കെ കണ്ടിരുന്നു. എഴുതി വെച്ചതാ. ഇവന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അടിപൊളിയാവും എന്നുള്ളത്. അങ്ങനെയാണ് നെസ്ലിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ നെസ്ലിന്റെ വോയിസ് ടോണിൽ തന്നെ ഒരു രസമുണ്ട് കേട്ടില്ലേ? കൊടുങ്ങല്ലൂർ ഭാഷയാണ് പുള്ളിയുടെ. അതൊരു പക്ഷെ സിനിമയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് ഒരു താരാട്ടു പോലെ ഫീൽ ചെയ്യും ആൾക്കാർക്ക് വരുന്നത്. ഈ ഡിനോയുടെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു? വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഹാപ്പിയാണ്. അതിനു മുമ്പ് അവർക്കൊരു പേടിയുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആവില്ല എന്നുള്ളത്. അതെല്ലാം വീട്ടുകാർക്ക് ടെൻഷൻ. പ്രത്യേകിച്ച് വേറെ വീട്ടുകാരുടെ പോലെ ഒന്നും അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് എൻ്റെ സ്വന്തം അമ്മച്ചിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങനെയാണ് ഒരു സിനിമ അമ്മച്ചി TV കണ്ടോ അത്ര പരിചയമുള്ളൂ. ഇത് എങ്ങനെ സംഭവിക്കും, എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അമ്മച്ചിനെ കൊണ്ടുപോയി, അമ്മച്ചി തിയേറ്ററിൽ അങ്ങനെ പോകാറില്ല. അമ്മച്ചിനെ കൊണ്ട് തിയേറ്ററിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഇതെന്തിട്ട് ഇവൻ വീട്ടിൽ ചെയ്യണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങി. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു എക്സൈറ്റ്മെന്റോ ഒരു ഇതോ ഒന്നുമില്ല. ഒരു ഇമോഷണൽ മൂവ്മെന്റോ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അമ്മമാരുടെ ഒന്നുമില്ല. അമ്മച്ചി ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് അമ്മച്ചി വീട്ടിൽ പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല വീട്ടിൽ. ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്നൊക്കെ കൂട്ടുകാർക്കിടയിലാണെങ്കിൽ പോലും എനിക്കൊരു സിനിമയിൽ നടനാവണോടാ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണോടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? കളിയാക്കലുകളുണ്ട്. നമുക്ക് അപ്രാപ്യമല്ലാത്തൊരു സ്ഥലത്തെ ഫ്യൂച്ചർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അവര് അത് ബേസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് പറയും. ചിലവർ കളിയാക്കേണ്ട ടോണിലായിരിക്കും, ചിലവർ പറയും മര്യാദക്ക് വേറെ ആളെ ജോലി എടുക്കുന്നു പറയും. അതെന്തായാലും കിട്ടുന്നേ. അതിപ്പോ നിങ്ങൾക്ക് കിട്ടണ്ടാവൂലേ? അയ്യോ അതേ ഉള്ളല്ലോ. അത് നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും അത് കാണാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിൽ കളിയാക്കലുകൾ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അന്നേരം ചിലപ്പോൾ ഹേർട്ടായിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് നമുക്കത് ഏക്കാതെ പോയിട്ടുണ്ട്. അത് നോർമലാണ്. ലൈഫിൽ നമുക്കത് കിട്ടാതിരിക്കുമൊന്നുമില്ല. ശരിക്കും അങ്ങനത്തെ കളിയാക്കലുകളൊക്കെ വേണം, എന്നാലേ കയറിപ്പോവാനൊരു അങ്ങനെ കളിയാക്കാതെ കയറി പോകാൻ പറ്റും. കഴിവുണ്ടോ കയറിപ്പോവും. കഴിവുണ്ടേ കയറുള്ളൂ. ഈ ഒരു ഡിനോയുടെ സംസാരത്തിൽ ഒരു കോൺഫിഡൻസ് എവിടുന്നാണ്? കോൺഫിഡൻസ് എന്നിട്ട് എനിക്ക് നോർമലി ഉള്ള കോൺഫിഡൻസ് ആണത്. അല്ലാതെ പ്രത്യേകിച്ച് പടം ചെയ്തുകൊണ്ടൊന്നും വന്നൊന്നുമല്ല. എക്സ്ട്രാ അങ്ങനെ ഇതൊന്നും ഇല്ല. ഈ തണ്ണീർമത്തൻ ഹിറ്റായതിനു ശേഷം നിരവധി കോൾസ് എന്താണെങ്കിലും വന്ന് കാണും. അതിൽ ഞാൻ പേഴ്സണലി അറിഞ്ഞൊരു കാര്യം, ഇന്ന് സൂപ്പർ ഹിറ്റായ മിക്ക പടങ്ങളിലും നല്ല കഥാപാത്രം ഡിനോയ്ക്ക് വന്നിട്ട് പോലും ജാവയൊക്കെ ചെയ്യേണ്ട ടൈമിൽ അല്ലെ കൊറോണ വന്ന സമയത്ത് നഷ്ടമായി പോയിട്ടുണ്ടല്ലേ? അത് ഏതൊക്കെ പടങ്ങളായിരുന്നു? അത് എന്നെ തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവയിലേക്ക് വിളിച്ചായിരുന്നു. അതിനകത്തൊരു മെയിൻ ലീഡായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, മേജോ ചെയ്യണോണ്ട്. പിന്നെ വിനീതേട്ടൻ വിളിച്ചിരുന്നു ഹൃദയത്തിലേക്ക്. അതും സബ് ഹീറോ ആയിട്ടുള്ള അശ്വന്ത് ലാലിൻ്റെ ക്യാരക്ടറായിരുന്നു. അതും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് പടങ്ങൾ മിസ്സായിരുന്നു. അപ്പോൾ അതിൽ നിരാശയുണ്ടോ? നിരാശയില്ല, ഇല്ല. കാരണം നമ്മൾ നമ്മൾക്കുള്ള പരിപാടികൾ ഇനിയും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ വന്നേക്കണത്. ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഇതുണ്ടായില്ല.
എവിടേക്ക് പോകണം. എൻ്റെ വീട്ടുകാർ പോലും സിനിമയിലുള്ള ബന്ധമോ അങ്ങനെയൊന്നും ഇല്ല. ഇല്ലില്ല, ആരുമില്ല എനിക്ക് സിനിമയിൽ. പക്ഷെ ഞാൻ വന്നല്ലോ, അപ്പം ഇനിയും നമ്മൾക്കുള്ള സംഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ട്രൈ ചെയ്ത എഫേർട്ട് എടുത്താൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിനോ മനസ്സിലാക്കുന്ന ഒരു സിനിമയുടെ മാജിക് എന്താ? സിനിമ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ, സിൻസിയറായിട്ട് എഫേർട്ട് എടുത്താൽ, നമ്മളത് അതിനൊപ്പം തന്നെ നോളജ് അക്വയറും ചെയ്താൽ, ഒരു പടത്തിൻ്റെ ഇത് ഫോർമുല എങ്ങനെ വർക്ക് ആവണം എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പ്രോപ്പർലി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ. താങ്ക് യു. അടിക്ക് സത്യം. ഈ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശരിയാണോ? ഇതാര് പറഞ്ഞ്? ഞാൻ കേട്ടതാ. ഇല്ലില്ല. താണ്ട് ഇല്ല ഇല്ല ഇല്ല, നഷ്ടപ്രണയവും ഇല്ല. ഇതാരാ പറഞ്ഞു നടക്കണ? ഡിനോടൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാ. ഡിനോട് ചോദിക്കണം, ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ സിനിമകൾ ഇറങ്ങി ഹിറ്റായപ്പം ഇത് അജിന്റെ നമ്പർ ആ വ്യക്തി തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ശരി, ഞാൻ അറിഞ്ഞില്ല. എനിക്കങ്ങനെ ഒരു പ്രണയം പോലും ഇല്ലെന്ന്. പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്, ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു വിളിച്ചിട്ടൊന്നുമില്ല ഇത് കണ്ടിട്ടാരും. ഇന്റർവ്യൂ കഴിയുമ്പോൾ വിളിക്കട്ടെ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളിപ്പോഴും നല്ല ടൈംസിൽ തന്നെ പോകുന്നു ആൾക്കാരായിട്ട്. ഞാനങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല ആ ഏരിയയില്. ഓക്കെ, ആ ഒരു വിങ്ങിലല്ലേ? അതെ അതെ അതെ. ഡിനോയുടെ ഒരു ഗുഡ് ക്വാളിറ്റിയും ഒരു നല്ല ക്വാളിറ്റിയും ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത്? ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്. അതെനിക്ക് ഭയങ്കര ഗുഡ് ക്വാളിറ്റി ആയിട്ട് അതെനിക്കിന്ന് മനസ്സിലായി ടൈം പറഞ്ഞപ്പോൾ. അതെനിക്ക് ഗുഡ് ക്വാളിറ്റി ആയിട്ട് പലരും പറയാറുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം കുറെ പേർക്ക് പങ്ക്ച്വലാവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും കേട്ടോ. 3 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് വരുന്നവരുണ്ട്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആൾക്കാരോട് പ്രോപ്പർലി ഇടപഴകാൻ അറിയില്ല. എങ്ങനെ ഒരാളെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സംസാരിച്ചാണുള്ളത്. അതൊരു മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് കുറച്ച് മോശം കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളുടെ അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ മിങ്കിൾ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു അവസരം, ചാൻസസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പർലി മിങ്കിൾ ചെയ്തില്ലെങ്കിൽ. ഞാനൊരു ആംബിവേർട്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അടിപൊളിയാണ്. ഈ ആംബിവേർട്ട് എന്ന് പറയുമ്പം കാണുന്ന പ്രേക്ഷകൻ ചിന്തിക്കും, അയ്യോ ഡിനോയ്ക്ക് അസുഖമാണ്, നാളെ ഇനിയും ആവശ്യം വരുവാ. എനിക്ക് ഭയങ്കര കംഫർട്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ സംസാരിക്കുകയും മിങ്കിൾ ചെയ്യും. ഭയങ്കര രസമായിട്ട്. അതെനിക്കിന്ന് മനസ്സിലായിട്ട്. ശരിക്കും മറ്റുള്ളവന്റെ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാ. പുറമോടി വെച്ച് അളക്കല്ല, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് കേട്ടോ. അതെ അതെ. പക്ഷെ എനിക്ക് ഒരു സ്ഥലത്തേക്ക് വന്ന ആൾക്കാരെ ഫ്രഷ് ആയിട്ട് കാണുന്ന ചില ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഇതിനെ ബാധിക്കത്തില്ല? ഇത് ലൊക്കേഷനിൽ നമ്മളൊരു ഇതിന് വേണ്ടി വിളിക്കാണല്ലോ, ഒരു വേഷത്തിന് വേണ്ടിയിട്ടോ ഒരു പരിപാടിക്ക് ഉണ്ട്. അപ്പം ജോബ് എന്നുള്ള രീതിയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കേട്ടത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പേടിയും ഇല്ല. ഇല്ല, ചെയ്യുന്ന പെർഫോമൻസ് അതുപോലെ ചെയ്യും. അത് പേടിച്ചാൽ പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പേടിയില്ലാത്ത ഡിനോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഇത് പണ്ട് മുതൽ ഇങ്ങനെ ആണോ? ആയിരിക്കാം, എൻ്റെ ജീനിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഒന്ന് നമുക്ക് ഇവർക്ക് എന്ത് ഇഷ്ടാവും, എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. ഇവർക്ക് എന്ത് നമ്മൾ പറഞ്ഞാൽ ഇഷ്ടാവും, പറഞ്ഞില്ല ഇഷ്ടാവത്തില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും എൻ്റെ തലയിൽ പോകും. നമ്മൾ പറയുന്ന കോമഡി ഇഷ്ടമായില്ലേ പണിയാണ്, നമ്മൾ പറയുന്നൊരു നല്ല കാര്യം ഇഷ്ടമായില്ലേ പണിയാണ്. നമ്മളെന്തെങ്കിലും അറിയാതെ വായിന്ന് വന്നാലേ അവർക്ക് ഹേർട്ടായാലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും എൻ്റെ തലയിൽ കൂടി പോകാറുണ്ട്. പക്ഷെ പണ്ടത്തെ ഡിനോയെ സംബന്ധിച്ച് ഒരുപാട് മാറിയില്ലേ? മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഫേക്ക് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം വെറുതെ ചുമ്മാ മിങ്കിൾ ചെയ്യണ പോലെയൊക്കെ അഭിനയിക്കും അത് ആദ്യത്തെ സമയത്ത്. പിന്നെ അതങ്ങോട്ട് മാറി ഗ്രാജുവലി ഓക്കെ ആവും. ഓക്കെ. ഡിനോ ഇപ്പം കാണുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിവ്യൂസ് സിനിമയെ പറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഫോണാണെങ്കിൽ പോലും ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പം ഇത് പന്നപ്പടവാ, ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം ഈ പറയുന്ന വ്യക്തികൾ വിചാരിച്ചാൽ ഒരു സിനിമയെ പൊട്ടിക്കാനും ഒരു സിനിമയെ ഹിറ്റാക്കാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, അത്ര ക്വാളിറ്റി ഉള്ള പടമാണെന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും ഫെയിലിയർ ആവില്ല. പക്ഷെ ഒരു മിഡ് അല്ല അതിന് മേളിൽ നിൽക്കുന്ന പടമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിവ്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം അവരെ വിശ്വസിച്ച് കാണുന്ന ഓഡിയൻസ്. അതെ അതെ അതെ. അവര് പക്ഷെ പിന്നീട് തിയേറ്ററിലേക്ക് വരാതെ OTT-യിലോ എല്ലായിരിക്കും പിന്നെ ആ പടം കാണാൻ അവർ ടൈം കണ്ടെത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു എബോവ് ആവറേജ് ഫിലിം ആണെങ്കിൽ, അത് അത്യാവശ്യം ഓടുന്ന ഫിലിം ആണെങ്കിൽ അതിന്റെ റണ്ണിങ്ങിനെ കുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നല്ലൊരു ഏറ്റവും നല്ല പടമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ലാതെ ഓടും.
ഇപ്പം കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടം ഏതായിരുന്നു? ലാസ്റ്റ് ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമാണോ? ഈ കൊല്ലം ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു ഷൂട്ടിലായിരുന്നു. ജനുവരി തൊട്ട് കഴിഞ്ഞ കൊല്ലം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആവേശം. അതെ, സജിനൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് നടന്നിരുന്നതാണ് ചാൻസ് ഒക്കെ അന്വേഷിച്ച്. അതെന്താണ് ആ കഥ? അത് ഞങ്ങള് ഒരു ചാൻസ് ഒക്കെ അന്വേഷിച്ച് പരിചയപ്പെട്ട് ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ കമ്പനി ആവുകയും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറെ പടങ്ങൾ നോക്കാനൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒട്ടുമിക്കവരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അന്ന് ആസ് എ കൂട്ടുകാരൻ എന്ന നിലയിൽ സജിന്റെ റേഞ്ച് ഡിനോയ്ക്ക് അറിയായിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു അത്. പക്ഷെ അവനതിന് സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക്. ഈ റേഞ്ചൊക്കെ നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കഥാപാത്രങ്ങൾ വരണം. ഇപ്പൊ ഡിനോയെ സംബന്ധിച്ചാണെങ്കിൽ പോലും തണ്ണീർമത്തനാണെങ്കിലും മറ്റ് സിനിമകളിൽ ഡിനോ ചെയ്ത കഥാപാത്രങ്ങളല്ലാതെ ഡിനോയ്ക്ക് തേടി വരേണ്ട ഒരു കഥാപാത്രം തോന്നുന്ന ഏത് കഥാപാത്രമായിരിക്കും? ഏത് ചെയ്താലായിരിക്കും? എനിക്ക് അങ്ങനത്തെ ഒരു കർണൻ അങ്ങനെ ഒന്നുമില്ല എനിക്ക്. മീൻസ് പക്ഷേ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഡിനോയെ തേടി വരാത്ത കഥാപാത്രങ്ങളില്ലേ? അതുണ്ടാവൂലേ? അതെന്ത് ചോദ്യമാണ്? അങ്ങനെ നമുക്ക് വരുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മളും കൂടി ആപ്റ്റാണെന്ന് തോന്നണമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇഷ്ടമാവണം ആൾക്കാർക്ക് ഇഷ്ടമായാലും നമ്മൾ ആ ക്യാരക്ടറിനെ വിളിക്കുള്ളൂ. അവര് ബേസിക്കലി ഈ ഡയറക്ടേഴ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും അവർക്കൊക്കെ നമ്മൾ ഓക്കെ ഇയാൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളവർ വിളിക്കും. പിന്നെ ഞാനും തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തേടി വരട്ടെ ഡിനോയ്ക്ക്. കഴിവിനാണോ ബന്ധങ്ങൾക്കാണോ വാല്യൂ? രണ്ടിനും സെയിം വാല്യൂ ആണ്. എന്നാലും ഒരു തൂക്കം നോക്കുമ്പോൾ അതായത് നമുക്ക് ആ ഒരു സർക്കിളിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. ബന്ധങ്ങളുണ്ടെങ്കിൽ എത്തപ്പെടാൻ കഴിവുണ്ടെങ്കിൽ നിലനിൽക്കാം. അത് മനസ്സിലാക്കി. അതെ, അറിയാലേ, പിന്നെ എന്തിനാ അത് പറയണമല്ലോ. അതെ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റും. ടൈം ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. നമ്മൾ എത്തുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയായിരിക്കും. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ക്ഷമ വേണം. നല്ല ക്ഷമ വേണം. എനിക്കൊന്നും ക്ഷമയില്ല, പക്ഷെ ക്ഷമിക്കാതെ വേറെ നിവൃത്തിയില്ല. ഇറങ്ങി തിരിച്ചു. അതെ, ഇനി ഇതായിരിക്കും നമ്മളുടെ ലൈഫ് എന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ നമ്മള് അതിന് വേണ്ടിട്ട് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ഒരാളെ വിളിക്കുക, ഏതാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചാൻസ് അങ്ങോട്ട് ചോദിക്കുവോ? ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ കൊണ്ടൊക്കെ പറ്റുവാണ് ഈ പരിപാടി? ഇല്ലില്ല, അങ്ങനൊന്നും ആരും പറയൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും പറയില്ല ആൾക്കാർ. ഇല്ല, മനസ്സിൽ പറഞ്ഞാലും പറയില്ല. അവര് ഇങ്ങനെ ഓക്കെ നോക്കാം, അടുത്ത പരിപാടി ആകുമ്പോൾ നോക്കാം എന്നൊക്കെ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ പോയി നേരിട്ട് കാണുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഡിനോ ഇത് പറഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, മമ്മൂക്കയാണെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുവാന്ന് അല്ലേ? അത് പെട്ടെന്ന് മനസ്സിലായി. ശരിക്കും ഡിനോ ഇപ്പോഴും ഞങ്ങൾക്ക് മലയാളി പ്രേക്ഷകർക്കും അല്ലെ സിനിമയെ സ്നേഹിക്കുന്നവർക്കും ഉള്ള ഒരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യം, മെജോയിൽ ഡിനോയുടെ കഥാപാത്രം വ്യത്യസ്തമായിരുന്നു കേട്ടോ. ഒരിക്കലും തണ്ണീർമത്ത സിനിമയെ പോലെ ഒരു കൊമേഡിയനോ അങ്ങനെ അല്ലാതെ തികച്ചും നല്ലൊരു വ്യത്യസ്തമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പടം അത്രമേൽ സക്സസ് ആയില്ല? സക്സസ് ആവാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു അത്. ശരിക്കും മെജോയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടേണ്ട പടമാണെന്നാണ് ഞങ്ങൾ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായത് കേട്ടോ. അതെ, പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ സക്സസ് ആയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡ്യൂറേഷനും അത് കുറച്ച് കളറാക്കാൻ ശ്രമിച്ചിരുന്നു നമ്മൾ. ലൈക്ക് അത് ഭയങ്കര റോ ആയിട്ട് എടുക്കേണ്ട പടമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മെജോ. അപ്പോൾ സോങ്സും പിന്നെ കളറൊക്കെ കയറി അത് കുറച്ച് അതിനൊരു ലാഗ് ഉണ്ടാക്കിയോന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. പക്ഷെ ആസ് എ ക്യാരക്ടർ കുറെ പേര് പറയാറുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ റീൽസും കട്ടിങ്ങും ഒരുപാട് ഷെയർ ആയി പോകുന്നുണ്ട്. ഇമോഷണൽ ഒക്കെ സെറ്റ് സാധനം കേട്ടോ പിടിച്ചേക്കുന്നത്. താങ്ക് യു. അത് ഞാനും അത്യാവശ്യം നമ്മളെ ആൾക്കാർ കുറച്ചും കൂടി വേറെ രീതി കാണും എന്ന് വിചാരിച്ച പടമായിരുന്നു. കാരണം നമ്മുടെ എക്സ്പെക്ടേഷനിൽ ഡിനോ ഇങ്ങനെ ചെയ്യുമെന്ന് പോലും നമുക്ക് ഇല്ലായിരുന്നു കേട്ടോ. മീൻസ് തണ്ണിമത്തനിലെ കഥാപാത്രം കണ്ടിട്ട്. പക്ഷെ അതിനേക്കാൾ തകർത്തു, ഒന്നും പറയാനില്ല. ആ ഒരു സെന്റി സാധനം ചെയ്യുന്ന സമയത്ത് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും കണക്ട് ആയി പോയിട്ടുണ്ടോ? ആക്ച്വലി എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് ഏകദേശം അതിനകത്ത് പറയുന്ന എക്സാക്ട് ഡയലോഗ്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്നത്. ഞാൻ ഒരു ശല്യമാവും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി സംസാരിച്ചായിരുന്നു. ലാസ്റ്റ് മൂമെന്റ് പുള്ളിക്കാരത്തേക്ക് എന്നെ എങ്ങനെയും പറഞ്ഞു വിടണമായിരുന്നു. ഒഴിവാക്കണം മീൻസ് ഒഴിവാക്കലല്ല,
ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവില്ലെന്ന് ഉറപ്പാ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബാഡ് അവസ്ഥയിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ ഹേർട്ട് ആവുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതൊക്കെ ഓർത്ത് വെക്കും. അപ്പൊ ഞാൻ എഴുതാൻ നേരത്തെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ആളോട് നന്ദി പറയണം കേട്ടോ, അങ്ങനെ ഒരു ചാൻസ് തന്നുകൊണ്ടല്ലേ അല്ലേ? അതെ, ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ വിടത്തൊന്നും ഇല്ല. ആള് കണ്ടോ തിയേറ്ററിൽ പോയി? തിയേറ്ററിൽ കണ്ടില്ല, ഇതിനകത്ത് കണ്ടായിരുന്നു. അവിടെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഡിനോ ആ ഒരു പടം സക്സസ് ആവാത്തതിന്റെ റീസൺ എന്താ മനസ്സിലാക്കുന്നത്? ആൾക്കാരെ തിയേറ്ററിലോട്ട് എത്തിക്കാത്തതിന്റെ റീസൺ മനസ്സിലാക്കുന്നത് എന്താണ്? ആ പടം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല ആ പടം എടുക്കണ്ടേന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് സോങ്സ് ഒക്കെ കുറച്ച് കളർ കുറച്ച് റോ ആയിട്ട് വരേണ്ട പടം എന്നാണ് ഞാൻ എഴുതുമ്പോൾ തൊട്ടേ എനിക്കുള്ളൊരു മൈൻഡിലുള്ളൊരു ഇത്. ആ ടൈമിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത? ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ കൂടാൻ വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളാണോ എന്ന് ഞാൻ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയാവണമെന്നില്ല. കാരണം ഒരാളുടെ മാത്രം പ്രൊഡക്റ്റ് അല്ല സിനിമ. അല്ല, ചിലപ്പോൾ അത് സക്സസ് ആയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നത് തെറ്റായി. അപ്പൊ നമുക്കത് ഇന്ന ഫോർമുല അപ്ലൈ ചെയ്ത് സക്സസ് ആക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ട് ആക്ട് ചെയ്ത ഒരു പടമാണത്. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഥാപാത്രം ഞങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയില്ല. താങ്ക് യു. ശരിക്കും ഇപ്പം തിയേറ്ററിൽ ഹിറ്റ് ആവാത്ത പല പടങ്ങളും ഇപ്പൊ OTT ഹിറ്റ് ആവുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കൽബ്. അല്ലേ? കാരണം കൽബ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രമുഖ നടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പടം ഹിറ്റായേനെ. അപ്പം സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് കാര്യമുണ്ടോ ഡിനോ? സ്റ്റാർ വാല്യൂ കാര്യമുണ്ട്. സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പടങ്ങളോട് ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമുല ഇല്ല. ഓക്കെ, പടം അറ്റ്മോസ്റ്റ് ഏറ്റവും അടിപൊളി പടമാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ സ്റ്റാർ വേണ്ടി വരില്ല. പക്ഷേ പടം ഒരു എബോവ് ആവറേജ് ഒക്കെ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് പിക്ക് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ അതിൽ ഇങ്ങനത്തെ ഒരു ഫോർമുലയിൽ വിശ്വസിച്ച് പടം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടാനാണ് ചാൻസ്. ഒന്നും ഓർക്കാതെ അങ്ങ് ചെയ്താ. അതെ, നമ്മളെ ഏറ്റവും സിൻസിയർ ആയിട്ട് ആ പടത്തിന് അപ്രോച്ച് ചെയ്താൽ അതിന്റെ റിസൾട്ട് കിട്ടും. എന്നാലും ഫെയിലിയർ ആവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു പ്രത്യേകിച്ചൊരു ഇതില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ, ഒരു ഡയറക്ടർ ആവും ഉടനെ. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റേ ദിലീപേട്ടൻ പറയില്ല, ഞങ്ങളിവിടെ ഒരു ഈ ബസ് മാറ്റിയിട്ട് ഒരു ഹോട്ടലാക്കാനുള്ള പോലെയാണ്. ഈ കൊല്ലം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, 2025. അതെ, എനിക്കറിയില്ല അതെങ്ങനെയാണ്. അതിന്റെ മൂവ്മെന്റ്സ് ഞാൻ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ പോയി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിപ്പോ പറയാറായിട്ടില്ല. അപ്പൊ അത് വലിയൊരു വിജയമാവട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം സപ്പോർട്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. താങ്ക് യു കേട്ടോ. അന്ന് നമുക്കൊന്ന് കാണണം, ഇരിക്കണം, ഇതുപോലെ എന്തായാലും ഇരിക്കണം. ഓക്കെ ഡിനോ, ഇനി ഇപ്പം പുതിയ വർക്കുകൾ എന്തൊക്കെയാ? പുതിയത് ഇപ്പം ഞാനൊരു മൂവിയിൽ അഭിനയിച്ചിട്ട് ഇരിക്കുകയാണ്. കൂടോത്രം എന്നാണ് പേര്. ബൈജു ചേട്ടനാണ് ഡയറക്ഷൻ, ബൈജു എഴുപുന്ന. ഓക്കെ, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ 1-2 എഴുതിയിട്ട് ഇതുപോലെ ഈ കൊല്ലം ചെയ്യാനുള്ള പ്ലാനിലാണ്. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ഷൻ, അത് എൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ഡയറക്ഷൻ ചെയ്യാനുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. ഇതാണ് പുതിയ സംഭവങ്ങൾ. ഇപ്പം ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ എത്തപ്പെടണമെന്ന് ഉള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഡിനോ എൻ്റെ മുന്നിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുമ്പോൾ എനിക്ക് ഡിനോയോട് തന്നെ പറയാനുള്ളത്, ഡിനോയും ഫാമിലിയിലെല്ലാം സിനിമാക്കാരുടെ സപ്പോർട്ടോടുകൂടി വന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ഇനി കാണുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ അവർ 2 രീതി ചിന്തിക്കും. ഒന്ന്, വന്നാൽ ഫെയിം കിട്ടും, ഒരുപാട് പണം കിട്ടും. അല്ലാതെ വേറൊരു രീതി ചിന്തിക്കും, ഞങ്ങളുടെ പാഷൻ ഇതാ പക്ഷേ എനിക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല. ഇത്ര എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡിനോയ്ക്ക് എന്താ പറയുള്ളൂ അവരോട്? ഒന്ന്, ഞാനത് പറയാനുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ഇതിനകത്ത് വിശ്വസിച്ച്, എൻ്റെ ഇൻഡ്യൂഷനിൽ വിശ്വസിച്ച് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ സിൻസിയറായിട്ട് അപ്രോച്ച് ചെയ്താൽ നമ്മൾ വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ വെറുതെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ നടനാവണമെന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മളതനുസരിച്ച് ഇവിടെ എന്താ നടക്കണമെന്നും കൂടി പഠിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് വരാൻ പറ്റുമെന്ന് ആലോചിക്കണം. എന്താണ് ചുറ്റുപാട് നടക്കണമെന്ന് നമ്മൾ വ്യൂ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് നമ്മളിൽ മാത്രം നോക്കിയിട്ട് പോകും. അത് ഭയങ്കര പാടാണ്. ഓൾറെഡി മറ്റേ എല്ലാ കാര്യങ്ങളും വന്ന് നമ്മൾ സിനിമയിൽ വരുന്നത് പാടാണ്. അപ്പം നമ്മൾക്കൊരു സപ്പോർട്ടില്ലാതെ വരുന്നത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ചുറ്റും കണ്ണു തുറന്നിരിക്കുക, എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് വീക്ഷിക്കുക, അതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആവുക, അപ്ഡേറ്റ് ആവുക. അങ്ങനെ അപ്ഡേഷൻ വലിയൊരു ഘടകമാണ്, ഭയങ്കര വലിയ ഘടകമാണ്. ഇന്നത്തെ ടെക്നോളജി അല്ല നാളെ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ആവുക. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക.
അത് ഭയങ്കര മാറ്ററാണ്. നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോഴും അപ്ഡേറ്റഡ് ആവണം നമ്മൾ. ഇപ്പോഴത്തെ സിനിമകൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാടകീയ രംഗങ്ങളല്ലല്ലോ അല്ലേ? അല്ല, അങ്ങനത്തെ സിനിമകളും ഉണ്ട്. അങ്ങനത്തെ അപ്പം എല്ലാ രീതിയിലും നമ്മളൊരു ഏത് ഇതിനകത്തും വെള്ളം ഒഴിച്ചാൽ നമ്മൾ ആ ഷേപ്പിലേക്ക് മാറുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിപൊളി. ഡിനു ഇപ്പം പുതിയതായി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം 2021 ഇറങ്ങട്ടെ, നമ്മുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഏത് ജോണറായിരിക്കും പടം വരുന്നത്? ഞാൻ 2 കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം റോംകോമാണ്, ഒരെണ്ണം ഫാൻറ്റസി ആണ്. ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു മേഖലയിൽ കൈവച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കൈവച്ച് നോക്കുന്നേ, നമ്മുടെ എല്ലാ സപ്പോർട്ടുണ്ട്. അപ്പം ഡിനോ മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് പറഞ്ഞു. പ്രേക്ഷകരോട് ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. അപ്പോൾ ഇനിയും ഞാൻ വരും. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.